ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു യാത്രയാണ്. പക്ഷേ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വീഡിയോ അതുപോലെ ഞങ്ങൾ രാത്രി യാത്ര തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഓർക്കണ്ടായിരിക്കും ഞങ്ങൾ രാത്രി സഞ്ചാരികളാണോന്ന്. കൂടുതൽ യാത്രകൾ ഞങ്ങൾ രാത്രിയിലാണ് പോകാറ്. കാരണം എനിക്കതാണ് ഇഷ്ടം. ഈ ലൈറ്റും പിന്നെ റോഡിലൊന്നും ഒത്തിരി അങ്ങ് ഓവർ ക്രൗഡഡും ആയിരിക്കത്തില്ല. അതുകൊണ്ട് നൈറ്റ് യാത്രകളോടാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. പിന്നെ പകൽ ഓൾമോസ്റ്റ് സായി ഉള്ളത് കൊണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾക്കും എല്ലാം അവൻ്റെ മൂഡ് അനുസരിച്ചാണ് നമ്മുടെ പകൽ റുട്ടീൻ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവന് ചിലപ്പോൾ അവൻ രാവിലെ ഉറങ്ങും, ചിലപ്പോൾ അവൻ ഉച്ച കഴിഞ്ഞ് ഉറങ്ങത്തുള്ളൂ. ഇന്ന് അവൻ ഉച്ച കഴിഞ്ഞ് ഉറങ്ങിയിട്ട് ഒരു 6:30 ആയപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേനും ഇന്നിപ്പോൾ നൈറ്റിൽ ഇപ്പം എന്നായാലും വൈകി ഉറങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്നായാലും ഒരു യാത്ര പോയേക്കാന്ന് വിചാരിച്ചു. ഇത് എങ്ങോട്ടാണ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ചുമ്മാ അങ്ങ് പോവാ. ഇങ്ങനത്തെ യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞങ്ങൾ വീട്ടിലെല്ലാം ചോദിച്ചു ഞങ്ങൾക്ക് തലയ്ക്ക് വട്ടാണെന്ന്. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരോട് എല്ലാവരും അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ സായ വണ്ടി കയറിയ വഴി ഒന്ന് മയങ്ങി, ഇവൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ എഴുന്നേക്കും. നമ്മൾ പോണ വഴിയിലെ കാഴ്ചകൾ നമുക്ക് പോണ വഴിയിൽ കാണാം. ഹായ്, എങ്ങോട്ടാന്നുള്ള തീരുമാനം ആയിട്ടില്ല. ഞാൻ വണ്ടി എടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. ഇവള് കൊച്ചിനെ കൊണ്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ എറണാകുളം ഹൈവേ പിടിച്ചേക്കുക. നല്ല വിശപ്പുണ്ട്. വൈകിട്ട് സായിക്ക് കുറുക്ക് കൊടുത്തല്ലാതെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ള പിന്നീടുള്ള ഒറ്റ വിശേഷം പറഞ്ഞില്ല. ഞങ്ങൾ വർത്താനം പറഞ്ഞു പോകുന്നോട്ട് നമുക്ക് പോകുന്ന വഴികളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. നമ്മളിന്ന് വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ചായ കുടിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് നമ്മുടെ ഈ കറക്കത്തിൻ്റെ ഉദ്ദേശം മറ്റേ തട്ടുകടകൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള ആൾ നമ്മളെപ്പോലെ തന്നെ ഫുഡി ആണെങ്കിൽ നല്ല രസമായിരിക്കും. പക്ഷെ ഞാനാണ് കുറച്ചുകൂടെ കൂടുതൽ ഫുഡിൻ്റെ കാര്യത്തിട്ട്. അതിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതൊന്ന് കഴിച്ചു നോക്കാം. പിന്നെ ഇത് നമ്മൾ സ്ഥലം നമ്മൾ പറയുന്നില്ല. ഇതിന് മുമ്പ് നമ്മൾ വേറെ പല കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പല കടയിൽ നിന്ന് മേടിച്ചില്ല, ഒരു കടയിൽ നിന്ന് തന്നെ 2 പ്രാവശ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്തു. പക്ഷെ നമുക്ക് എന്നിട്ടും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തില്ല കേട്ടോ. എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇപ്പം എന്താ എഴുതാച്ച സ്ഥലം? വേറെ സ്ഥലം ഇത് പേട്ട. ഇവിടുത്തെ ഒരു കടയിലാണ് നമ്മൾ കണ്ടത്. നമുക്കിതൊന്ന് ട്രൈ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ലെഗ് പീസ് ആണ് പറഞ്ഞത്. ലെഗ് പീസ് ആണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ലെഗ് പീസ് കിട്ടാൻ സമയം എടുക്കും എന്ന് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ പോകുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് സാധനം കിട്ടുക, കഴിക്കുക. അപ്പോൾ പറഞ്ഞു ലെഗ് പീസ് വേണ്ട ചേട്ടാ, വിങ്സ് മതി എന്നുള്ളത്. കണ്ടത് ചിക്കൻ്റെ വിങ്സ് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്നില്ല. കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം പോലെ അബദ്ധം പറ്റിയിട്ടില്ല. സാധനം കൊള്ളാം, ടേസ്റ്റിയാണ്. അതാ കടയുടെ അവിടെ ഉണ്ടാക്കാൻ നിൽക്കുന്നവരുടെ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്രോസ്റ്റ് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അവർ ചുമ്മാ ചിക്കൻ പുഴുങ്ങി. ഇത് നമ്മൾ വീട്ടിലൊക്കെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്ത് എങ്ങനെ ഉണ്ടായിരിക്കും അതുപോലെ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മേടിച്ചതല്ലേ, പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ചു. അങ്ങനെ കുറച്ച് നമ്മുടെ അബദ്ധം പറ്റി. അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ അതേ കടയിൽ നമ്മൾ മേടിച്ചു. ബ്രോസ്റ്റ് അന്ന് വലിയ കുഴപ്പമില്ല, എന്ന് വെച്ചാൽ ആവറേജ്. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ എന്തുവായിരുന്നു വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും ചുമ്മാ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി. ചിലതൊന്നും ഇതായിട്ടില്ല, പിന്നെ ഉപ്പില്ലായിരുന്നു. എന്നിട്ട് ഉപ്പിട്ടോന്ന് വാങ്ങിക്കുന്നതിന് മുമ്പ് അച്ഛൻ ജസ്റ്റ് വെച്ചതിന് അവരതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ഉപ്പ് തൂകി വിട്ടു. അപ്പം ചില ഉരുളൻകിഴങ്ങിന് ഭയങ്കര ഉപ്പും ചിലതിന് ഒട്ടും ഉപ്പില്ല. അങ്ങനെയൊക്കെ ആയി. ഭക്ഷണം കണ്ടാൽ പിന്നെ ഞാൻ വർത്താനം പറയില്ല, ഇവിടെ വർത്താനം പറഞ്ഞോളൂ, ഞാൻ കഴിക്കുവാണേ. പക്ഷെ ഇത് ബാക്കിയായിരിക്കും, ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ട വരും ഇതെല്ലാം കൂടെ. അതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരബദ്ധം പറ്റി, നമ്മൾ കുടിക്കാനൊന്നും മേടിച്ചില്ല. എന്നിട്ട് വാങ്ങിക്കാതിരുന്നത് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ തൽക്കാലത്തായിട്ട് ഒഴിവാക്കിയേക്കുവാണ്. പക്ഷെ അവിടെ വെള്ളം ഇല്ലായിരുന്നു. വെള്ളം വേണ്ട, നമ്മൾ പോകുന്ന വഴിക്ക് കട്ടൻ ചായ മേടി കുടിക്കാം. അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷൻ നമുക്ക് കട്ടൻ ചായ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമുക്കൊരു നല്ല കട്ടൻ ചായ ഇടുന്നത് നോക്കാം. അങ്ങനെ കട്ടൻ ചായ തപ്പി നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാത്ര നല്ല രസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ചാറ്റൽ മഴയും ഒരു നൈറ്റ് യാത്രയും. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് എന്താ മറൈൻ ഡ്രൈവ് റൂട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി നേരെ മറൈൻ ഡ്രൈവ് റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊന്നുമില്ല കേട്ടോ. രാത്രിയുടെ ആ ഒരു നിശബ്ദത എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഇവിടെയുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ 1-2 ആൾക്കാരെ കാണാനുണ്ട്. രാത്രിയുടെ ഭംഗിയാണോന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലൊരു പ്രത്യേക ഭംഗി തോന്നും. പക്ഷേ ഈ ഭംഗിയോ ഈ വൈബോ ഒന്നും നമ്മൾ പകൽ ഇതിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പറ്റും. പകൽ ഇതിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കട്ടൻ ചായ നമ്മൾ വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഒരു 2-3 സിപ്പ് മതി. കാരണം ഒരു ഫുൾ കട്ടൻ ചായ ഞാൻ കുടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കട്ടൻ ചായ മേടിച്ചു. കട്ടൻ ചായ മേടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം അവിടെ ബജ്ജി കാണുമ്പോൾ മേടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് ഓർത്തുകൊണ്ട് ഒരു ബജ്ജിയെ വാങ്ങിച്ചോളൂ. കാരണം നമുക്ക് ഇനിയും നമുക്ക് ഫുഡ് സ്പോട്ടുകൾ ഉണ്ടോ എന്ന് അറിയണമല്ലോ, നമുക്ക് അറിയത്തില്ല. ഇതും പ്ലാൻഡ് അല്ല, നമ്മൾ ചുമ്മാ അങ്ങ് പോന്നു, അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് പോകാലോ എന്ന് വിചാരിച്ച് പോന്നാ. ബജ്ജി ഞങ്ങൾ വിചാരിച്ചു നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കും, തണുത്ത് പോയായിരിക്കും ഇതൊക്കെ വിചാരിച്ചായിരുന്നു. അതുകൊണ്ട് അത് മേടിക്കുന്ന താല്പര്യമില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് വാങ്ങിച്ചാ നമുക്ക് മേടിച്ച് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ നല്ലതാണ്, ചൂടുണ്ട്.
പിന്നെ ഈ ചായ അവർ ഉണ്ടാക്കി തരുമല്ലോ, അവർ ഓൾറെഡി ക്യാനകത്ത് ആക്കി വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഈ റൂട്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു നൈറ്റ് വ്യൂ ആണിത്. പക്ഷെ ഇവിടെ കുറേം കൂടെ ഒക്കെ ഒരു ലൈറ്റ് സെറ്റിംഗ്സ് കൊടുക്കുവായിരുന്നെങ്കിൽ കുറേം കൂടെ ഒരു അടിപൊളി വ്യൂ ആയിരുന്നേ അല്ലേ ചേ? ഇതിപ്പോ അവിടുത്തെ ഈ സ്ട്രീറ്റ് ലൈറ്റ് വട്ടത്തിൽ കാണാന്നല്ലാതെ ഒരു ഇതിനെ മനോഹരമാക്കണം എന്നുള്ള ലൈറ്റുകളൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത്. ഇഷ്ടംപോലെ തട്ടുകളൊക്കെ പക്ഷെ എല്ലായിടത്തും നല്ല തിരക്കുവാ. എനിക്ക് തോന്നുന്നത് നമ്മൾ മാത്രമല്ല കൂടുതലും ആൾക്കാര് ഈ നൈറ്റ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ടൗണിലോട്ട് താമസിക്കുന്നവരെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചുകൂടെ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാണല്ലോ. പിന്നെ അവര് കൂടുതലും എന്നല്ല കുറേ കൂടെ ബിസി ലൈഫായിരിക്കും ഇങ്ങോട്ടൊക്കെ ഉള്ളവർക്ക്. നമ്മൾ നാട്ടിൻപുറത്തുകാരായതുകൊണ്ട് നമുക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കും. ഇവരുടെ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നൊക്കെ ഇവരൊരു റിലീഫ് കണ്ടെത്തുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നൈറ്റിലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എത്ര നമ്മൾ നോക്കിയാലും റെസ്റ്റോറൻറ്റിലാണെങ്കിലും എല്ലായിടത്തും ഈ ടൈമിൽ ഇപ്പൊ സമയം 11:30 ഇപ്പോഴാണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. ആൾക്കാരൊക്കെ ഇതുപോലെ ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമുണ്ട്. ഈ മറൈൻ ഡ്രൈവ് ഏരിയ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല കേട്ടോ, നല്ല തിരക്കാണ് രാത്രിയിൽ. ഞങ്ങൾ വിചാരിച്ച് ഒറ്റപ്പെട്ട് പോകുന്നൊക്കെ ഓർത്താണ് ആദ്യം ഇരുന്നത് കേട്ടോ. മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ പച്ചാള റൂട്ട് പിടിക്കുകയാണെങ്കിൽ ക്യൂൻസ് വാക്ക് വേ എന്ന് പറഞ്ഞുള്ള നല്ല രസമുള്ള സ്ഥലം കിട്ടും നമുക്ക്. അത് ഈ കായലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ചേർന്ന് തന്നെ നടക്കാനായിട്ടുള്ള സ്ഥലം. അവിടെ ഇങ്ങനെ ആയാലും കൊച്ചിയിൽ റെഡ് ഇതിലൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇഷ്ടം പോലെ കടകളുണ്ട്, നല്ല ഫ്രഷായിട്ട് ചൂടോടുകൂടി നമുക്ക് ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് രാത്രി 12 മണിയായി ഈ സമയമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. അടുത്തൊരു ഫുഡ് സ്പോട്ട് നമുക്ക് കിട്ടിയായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് നമ്മൾ മോമോസ് മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഇനി വന്നു കഴിഞ്ഞപ്പോൾ ഏത് സ്ഥലം വന്നപ്പോഴാ ഫോട്ടോച്ച് വന്നപ്പോഴത്തേനും നല്ല ഫ്രഞ്ച് ഫ്രൈസ്. നമ്മൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് കുറേ കടയിൽ ചോദിച്ചു, എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും സാധനമില്ല, തീർന്നു പോയായിരുന്നു. ഇവിടെ നല്ല ഫ്രഞ്ച് ഫ്രൈസ്, നല്ല സ്പൈസിയും ചീസും. ഞാൻ പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ സായുട്ടിനായിട്ട് പോകുന്നെന്ന് വിചാരിച്ച് നമ്മൾ 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സായു അങ്ങനെ വന്നാലും ഒരു 8:30-9:30 ആകുമ്പോഴത്തേനും സായുവിൻ്റെ ഫുഡ് കഴിയും വൈകുന്നേരത്തെ കുളിയും കഴിയും സായു ഉറങ്ങാൻ റെഡി ആയിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു 5 മിനിറ്റുള്ളിൽ നമ്മൾ ഇറങ്ങിയ ഇൻട്രോ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ സായു ഉറങ്ങിയായിരുന്നു. സായു കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത്, കുട്ടിയെ കൊണ്ടൊക്കെ രാത്രി പോകുന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് പറയുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളതൊന്ന് പറഞ്ഞെന്നുള്ളൂ. അവരുടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് നമ്മൾ നമ്മുടെ യാത്രകൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഇതുവരെ ഒരു വേസ്റ്റ് ഇടാൻ സ്ഥലം കണ്ടില്ലെന്നുള്ളതാണ് അതിനകത്ത് ഒരു പോയിന്റ് കേട്ടോ. എല്ലാം കൂടി കൂട്ടി ഒരു ചാക്കാവാറായി. വീണ്ടും അവിടുന്ന് വണ്ടി എടുത്തു. എങ്ങോട്ടാണെന്നില്ല, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും രസകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ കാണാമെന്നൊക്കെ ഓർത്തിരിക്കുന്നു. പക്ഷേ രാത്രിയിൽ ഇങ്ങോട്ടൊന്നും വന്നു കഴിഞ്ഞിട്ട് വലിയ രസകരമായ വലിയ കാഴ്ചകളൊന്നും കാണാനില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കൂടെ കറങ്ങാനാണെന്ന് പറഞ്ഞ് പോകുന്ന 2 പേര് ഇത് കിടക്കണം. എനിക്കാണ് വിശന്നിട്ടൊരു കാര്യം, വീണ്ടും വിശന്നിട്ട് ഒരു രക്ഷയില്ല. ഞാൻ എന്നിട്ട് തിരിച്ചു പോകുന്ന വഴി ഒരു ഓംലെറ്റ് മേടിച്ചിരുന്ന് കഴിക്കുക. ഇടയ്ക്ക് വണ്ടിയിൽ കുഴിയിലൊക്കെ ചാടുമ്പോൾ ഒന്ന് ഇളകി മറിയുന്നല്ലാതെ 2 പേര് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ആഹാ, ഇങ്ങനെ വേണം നൈറ്റ് പോകാൻ. അതിപ്പോൾ 2 മണിയായി. ഞങ്ങൾ 9:30-10 മണിയായപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഉള്ളൂ. എന്തായാലും നന്നായിരുന്നു. ഇതേപോലെ നിങ്ങളുടെ ഇടയ്ക്കൊക്കെ ഒന്ന് പോകാൻ നോക്കുക, ശ്രമിക്കുക. എന്തായാലും ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതിന് മുന്നേ ബൈ.